ഹലോ ഹായ് എല്ലാവർക്കും എന്നോട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ജൂൺ മാസത്തിലെ ജോബ് അപ്ഡേറ്റ്സ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. കേന്ദ്ര സർവീസിലെ വിവിധ തസ്തികകളിലെ ഒഴിവുകളിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. മെയിൻ ആയിട്ട് 2860 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സെലക്ഷൻ പോസ്റ്റിൽ 2423 വേക്കൻസീസും ട്രാൻസ്ലേറ്റർ എന്നുള്ള പോസ്റ്റിൽ 437 വേക്കൻസീസും ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ സെലക്ഷൻ പോസ്റ്റിൽ 2423 വേക്കൻസീസ് ആണ്. അതിൽ കേരള കർണാടക റീജിയനിൽ 138 വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഇതിൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SLC ഉള്ളവർക്കും പറ്റും, +2 ഉള്ളവർക്കും പറ്റും, ഡിഗ്രി ഉള്ളവർക്കും പറ്റും. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2025 ജൂൺ 23-നാണ്. ഫീസ് 100 രൂപയാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ കേന്ദ്ര സർവീസിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? കേന്ദ്ര സർവീസിലെ വിവിധ തസ്തികകളിലെ ഒഴിവുകളിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. സെലക്ഷൻ പോസ്റ്റ് തസ്തികകളാണുള്ളത്. വിവിധ SSC റീജിയനുകളായിട്ട് 2423 2423 വേക്കൻസീസ് ആണുള്ളത്. കേരള കർണാടക റീജിയനിൽ 138 വേക്കൻസീസ് ആണുള്ളത്. ജൂൺ 23-നകം ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാരിന് കീഴിലെ വിവിധ മന്ത്രാലയങ്ങളിലും അതുപോലെ തന്നെ വകുപ്പുകളിലും ഓഫീസുകളിലുമാണ് നിയമനം ലഭിക്കാനായിട്ട് പോകുന്നത്. യോഗ്യത നമ്മൾ പറഞ്ഞ പോലെ തന്നെ SLC +2 ബിരുദം. ഓക്കെ, ഈ പ്രായം ഓരോ ജോലിയുടെയും പ്രായപരിധി സംബന്ധിച്ച വിവരങ്ങൾ ഈ SSCയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് കേട്ടോ. അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. വനിതകൾ, SC ST കാറ്റഗറിയിലുള്ളവർ അവർക്ക് അപേക്ഷാ ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അവർക്ക് അപേക്ഷാ ഫീസ് ഇല്ല. ജൂൺ 24 വരെ ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കേണ്ടതാണ്. ഇതിൽ എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്? കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. സിലബസും എന്താണ് അവരുടെ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കും. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈ SSC ഇവിടെ കണ്ടോ, മൈ SSC എന്ന് കൊടുത്തിട്ടില്ലേ, മൈ SSC. ഓക്കെ, അത് മൊബൈൽ ആപ്പ് വഴിയോ അല്ലെങ്കിൽ https ssc.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വെബ്സൈറ്റ് വഴി ഒറ്റ തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്ക് എന്താണ് ആ സൈറ്റിൽ നൽകിയിട്ടുള്ള phase 13 2025 സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അപേക്ഷ പൂരിപ്പിക്കാവുന്നതാണ്. അല്ലാത്തവർ ഒറ്റ തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം അപേക്ഷിച്ചാൽ മതിയാകും. രജിസ്ട്രേഷൻ പൂർത്തിയാക്കുമ്പോൾ ലഭിക്കുന്ന രജിസ്ട്രേഷൻ IDയും പാസ്വേഡും സൂക്ഷിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. വിജയകരമായിട്ട് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ പൂരിപ്പിച്ച അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുക്കേണ്ടതാണ്. അപേക്ഷയും യോഗ്യത തെളിയിക്കുന്ന പകർപ്പുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മൾ പറഞ്ഞു കേരള കർണാടക റീജിയനിൽ 138 വേക്കൻസീസ് ആണുള്ളത് നമ്മൾ പറഞ്ഞു. അതിൽ നമ്മൾ പറഞ്ഞു 3 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഏതൊക്കെ ഫീൽഡിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ടർ, അതുപോലെ തന്നെ ടെക്നിക്കൽ ഓഫീസർ, ടൂറിസ്റ്റ് ഇൻഫോർമേഷൻ ഓഫീസർ, സീനിയർ കമ്പ്യൂട്ടർ, സയന്റിഫിക് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് സൂപ്രണ്ട്, ടെക്നിക്കൽ അസിസ്റ്റന്റ്, ഗേൾ കാഡറ്റ് ഇൻസ്ട്രക്ടർ, സീനിയർ ആർട്ടിസ്റ്റ്, സ്റ്റെനോഗ്രാഫർ, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് സൂപ്രണ്ട്, അപ്പർ ഡിവിഷൻ ക്ലർക്ക്. അത് ടെക്നിക്കലിലുണ്ട്. ഏത് അസിസ്റ്റന്റ് സൂപ്രണ്ട് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷനിലുണ്ട്, അതുപോലെ തന്നെ ടെക്നിക്കലിലുണ്ട്. അതുപോലെ UDC, കോർട്ട് മാസ്റ്റർ, സബ് എഡിറ്റർ ഇൻ ഹിന്ദി, സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ്, ലൈബ്രറി ആൻഡ് ഇൻഫോർമേഷൻ അസിസ്റ്റന്റ് തുടങ്ങിയവയാണ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്താണ് ഫീൽഡ് മാൻ, നാവിഗേഷൻ അസിസ്റ്റന്റ്, ടെക്നിക്കൽ സൂപ്രണ്ട്, കുക്ക്, അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ, ലബോറട്ടറി അസിസ്റ്റന്റ് ആണ്. ക്വാളിഫിക്കേഷൻ ഇൻ 10th ആണെങ്കിൽ ടെക്നിക്കൽ അറ്റൻഡന്റ്, ഫീൽഡ് അസിസ്റ്റന്റ്, ഡ്രൈവർ കം മെക്കാനിക് എന്നുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് ഏത് 10th ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ 3 ഫീൽഡിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി എവിടേക്കാണ് എക്സാമിനേഷൻ സെന്റേഴ്സ് വിത്ത് കോഡ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്? ഏതാണ്? എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം എന്നിവയിലേക്കാണ് കോഡ് ഉള്ളത്. എവിടെ എക്സാം സെന്റേഴ്സ് ഉള്ളത് കേട്ടോ. ഇനി പറയാനുള്ളത് ട്രാൻസ്ലേറ്ററിൽ 437 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ആ വേക്കൻസീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ, ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ, ജൂനിയർ ട്രാൻസ്ലേറ്റർ, സീനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ, senior translator, sub-inspector Hindi translator in various ministries, departments, establishments of the central government എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ എപ്പോഴാണ്? ജൂൺ 23-നാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ എപ്പോഴായിരിക്കും നടക്കുക? ഓഗസ്റ്റ് 12-നായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത്. ഇതിൽ
ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയാണ്. അതുപോലെ തന്നെ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതില്? ട്രാൻസ്ലേഷനിൽ. അത് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഹിന്ദിയിൽ. അതുപോലെ തന്നെ 3 years എക്സ്പീരിയൻസ് ഇൻ ട്രാൻസ്ലേഷൻ വർക്ക് ഇൻ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഫോർ സീനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആൻഡ് 2 year എക്സ്പീരിയൻസ് ഫോർ ജൂനിയർ ട്രാൻസ്ലേറ്റർ എന്നും പറഞ്ഞിട്ടുണ്ട്. 3 year എക്സ്പീരിയൻസ് ഏതാണ്? സീനിയർ ഹിന്ദി ട്രാൻസ്ലേറ്ററിന് 3 year എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജൂനിയർ ട്രാൻസ്ലേറ്റർ ആണെങ്കിൽ 2 year എക്സ്പീരിയൻസ് ആണ് അവർ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി പറയാനുള്ളത് ഈ ട്രാൻസ്ലേറ്ററിന് ഏജ് ലിമിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 18 to 30 ആണ്. ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ, ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ, ജൂനിയർ ട്രാൻസ്ലേറ്ററിന്റെ സാലറി എന്ന് പറയുന്നത് 35,000 to 1 lakh വരെ സാലറി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി സീനിയർ ആണെങ്കിൽ എങ്ങനെയാണ്? സീനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ, സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ 44,000 to 1,42,400 വരെ സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. സ്ത്രീകൾക്ക് എന്ത് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. എക്സാമിനേറ്റിംഗ് സെന്റേഴ്സ് എന്ന് പറയുന്നത് കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ, കോട്ടയം, കൊല്ലം, തൃശ്ശൂർ എന്നിവിടങ്ങളിലാണ്. ഓക്കെ, ഇനി കൂടുതൽ പറയാനുള്ളത് ഇതിന്റെ എക്സാം പാറ്റേണിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ. ടോട്ടൽ 200 മാർക്സ് ആണ് 60 മിനിറ്റിൽ കേട്ടോ. അങ്ങനെയായിരിക്കും എക്സാം പാറ്റേൺ ഉണ്ടായിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് ഇതിന്റെ ടയർ 2 മെയിൻ എക്സാം, എല്ലാ എക്സാമുകൾക്കും അങ്ങനെയല്ല. SSCയിലെ ചില എക്സാമുകൾക്ക് മാത്രമാണ് എന്തുണ്ടാവുള്ളൂ? 2 ടയർ ആയിട്ട് നടത്തുള്ളൂ. ചില എക്സാമുകൾക്ക് എന്താണ്? ഒരൊറ്റ മെയിൻ എക്സാം മാത്രം ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൽ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റീസ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, ജനറൽ സ്റ്റഡീസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് വന്നിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ പറയാനുള്ളത് സെലക്ഷൻ പോസ്റ്റ് ഫേസ് 13 അല്ലെ നമ്മൾ പറഞ്ഞത്. അതിലും എങ്ങനെ തന്നെയാണ്? ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് 25 മാർക്സ് ഈച്ച്. അങ്ങനെയായിരിക്കും സെലക്ഷൻ പോസ്റ്റ് ഫേസ് 13 വരുന്നത്. ഏതൊക്കെയാണ്? ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ആണ് വരുന്നത്. അപ്പോൾ 100 ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ 25 മാർക്സ് ഈച്ച്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് സെലക്ഷൻ പോസ്റ്റ് ഫേസിൽ വരുന്നത്. ഓക്കെ, നമ്മൾ എന്താണ് പറഞ്ഞത്? SSC 2860 വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് സെലക്ഷൻ പോസ്റ്റില് 2423 വാക്കൻസീസ് ആണുള്ളത്. ട്രാൻസ്ലേറ്ററിൽ 437 വാക്കൻസീസ് ആണുള്ളത്. സെലക്ഷൻ പോസ്റ്റിൽ എന്താണ്? കേരള കർണാടക റീജിയനിൽ 138 വാക്കൻസീസ് ഉണ്ട്. അതിൽ 10ാം ക്ലാസ് പാസ്സായവർക്ക് പറ്റും, +2 പാസ്സായവർക്ക് പറ്റും, ഡിഗ്രി ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ അപേക്ഷ ജൂൺ 23 വരെയാണ്. ഏതിന്? സെലക്ഷൻ പോസ്റ്റിനുള്ള ഓൺലൈൻ അപേക്ഷ എന്ന് പറയുന്നത് ജൂൺ 23 വരെയാണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി ട്രാൻസ്ലേറ്ററിന്റെ യോഗ്യത എന്താണ്? അതിൽ യോഗ്യത PGയും ഡിപ്ലോമയും ഉള്ളവർക്കാണ് ട്രാൻസ്ലേറ്ററിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുക. 437 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ പരീക്ഷ നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 12-നാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ജൂൺ 26-നകം ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. അപ്പൊ ആദ്യത്തെ എന്ന് പറയുന്നത് ജൂൺ 23, സെലക്ഷൻ പോസ്റ്റ് ജൂൺ 23, 3 ദിവസത്തിനുള്ളിൽ തന്നെ ട്രാൻസ്ലേറ്ററിനും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. വേഗം അപ്ലൈ ചെയ്യുക. ഒരുപാട് സാലറി, 1 ലക്ഷം വരെ സാലറി പ്രൊവൈഡ് ചെയ്യുന്ന പോസ്റ്റുകളാണ് സെലക്ഷൻ പോസ്റ്റും അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റർ എന്നുള്ള പോസ്റ്റും. ഓക്കെ, ഇതുപോലത്തെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.